കേരളം പിടിക്കുക എന്നത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൻ്റെയും അഭിമാന പോരാട്ടമാണിന്ന്. ആ നിലയിലേക്ക് പാർട്ടി നേതൃത്വത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷത്തെ ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന നേട്ടവും. ഒരു കാലത്ത് നമുക്ക് ബി.ജെ.പി. അധികാരത്തിലെത്തും എന്നൊക്കെ പറയുന്നത് ഒരു തമാശയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ചിത്രം മാറി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആയി. എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിച്ചു. കണ്ണൂർ ജില്ലയിലും കാര്യമായ വേരോട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകിയത് N. ഹരിദാസാണ്. കഴിഞ്ഞ 5 വർഷം പാർട്ടിയെ കണ്ണൂരിൽ അദ്ദേഹം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു. വോട്ട് വിഹിതം വർദ്ധിച്ചു. നിരവധി പ്രവർത്തകരും നേതാക്കളുമൊക്കെ പാർട്ടിയിലെത്തി. സംഘടനാപരമായി വലിയ നേട്ടം ബി.ജെ.പിക്കുണ്ടായി. അത് ആരും നിഷേധിക്കുന്നുമില്ല. എന്തായാലും ഈ 5 വർഷം എന്നുള്ളത് N. ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം വേറിട്ടതാക്കുന്നത് സംഘർഷരഹിതമായിരുന്നു കണ്ണൂർ എന്നുള്ളതാണ്. അതിൽ നിർണായക പങ്ക് വഹിക്കാനും N. ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ബി.ജെ.പിയുടെ കഴിഞ്ഞ 5 വർഷക്കാലം കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ നയിച്ച N. ഹരിദാസാണ്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ശ്രീ N. ഹരിദാസ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിക്ക് കേരളം പിടിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം പ്രവർത്തകരിലേക്ക് നൽകാൻ നിങ്ങൾ വഹിച്ച പങ്കുകൾ എന്തൊക്കെയാണ്? കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തിക്കുന്നത്. കേരള നേതൃത്വത്തിൻ്റെ തീരുമാനവും അത് താഴെത്തട്ടിൽ ജില്ലയിലെത്തുമ്പോൾ ജില്ലയിൽ നിന്ന് ബൂത്തുകളിലേക്ക് അത് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം. പക്ഷേ കണ്ണൂരിൽ കഴിഞ്ഞ കാലങ്ങളിലൂടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത്. കാരണം നേരത്തെ രാഷ്ട്രീയ സംഘർഷമില്ലാത്തൊരു കാലഘട്ടം, സമാധാനപൂർണ്ണമായിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള, എല്ലാ പ്രദേശങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം കണ്ണൂരിൽ ഉണ്ടാക്കണം. കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റണമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അതിലെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ സഹകരിച്ചുകൊണ്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തന്നെ. അവിടെ വലിയൊരു മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ആളുടെ രക്തം ഭൂമിയിൽ പതിക്കാതെ കണ്ണൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കേവലം ബി.ജെ.പി. എൻ്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി രാഷ്ട്രീയ സംഘർഷം നമുക്ക് അവസാനിപ്പിക്കണം എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതുണ്ടായിട്ടുള്ളത്. അതിലെല്ലാവരോടും അങ്ങേയറ്റം കടപ്പാടുണ്ട്, കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് ബി.ജെ.പി. അതൊരു തമാശയായിരുന്നു. ബി.ജെ.പി. അധികാരത്തിൽ വരിക, ബി.ജെ.പി. ജയിക്കുക എന്നൊക്കെ കേവലം വോട്ടിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടി എന്നതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരാൻ സാധിച്ചു. ജനപ്രിയരായിട്ടുള്ള ആളുകൾ, മറ്റു പാർട്ടിയിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് പരിചയമുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ആളുകളെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അസംതൃപ്തരായ ആളുകളാണ് CPM-ലും കോൺഗ്രസിലും ഉണ്ടായിരുന്നത്. അവരൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു, അവർക്ക് ചുമതല കൊടുക്കാൻ സാധിച്ചു, അവർക്ക് മത്സരിപ്പിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അതിലൂടെ വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ, ജനപ്രിയമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ബി.ജെ.പി. പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഏതാണ്ട് 20% കേരളത്തിലെ വോട്ട് ശതമാനം ഒരു 10-15% കൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങളെത്തും. പക്ഷേ അതിനിടയിൽ ഈ നേതൃത്വങ്ങളൊക്കെ മാറുകയാണ്. ഇത് ഗുണം ചെയ്യും എന്ന് കരുതുന്നുണ്ടോ? അല്ല, കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത് ഈ 2 മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ചൊരു പ്രദേശമാണ് കേരളം. ഏറ്റവും കൂടുതൽ കടക്കണിയിലാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് എത്രയും കടമുള്ളൊരു സംസ്ഥാനമില്ല. ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുള്ള വിലക്കയറ്റം കൊണ്ടും അതുമാത്രം തന്നെ ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല, നിത്യജീവിതം ദുസ്സഹമായ ഒരു അവസ്ഥയിലാണ് കേരളം. അതുകൊണ്ട് അവരോട് ചേർന്ന്, മുന്നണി രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ നേടുന്ന മുന്നണിക്കപ്പുറത്തായിട്ട് പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട് ബി.ജെ.പി. അധികാരത്തിൽ വരണം, മറ്റു സംസ്ഥാനങ്ങളിലെ വികസനം നമുക്ക് കൊണ്ടുവരണം. നരേന്ദ്രമോദിജി അധികാരത്തിൽ ഒരു 14 വർഷക്കാലം
ഭരിച്ചപ്പോൾ ഒരു അഴിമതിയും ചൂണ്ടിക്കാണിച്ച് ഒരു സമരം നടത്താൻ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിക്ക് സാധിച്ചില്ല. യുവജന പ്രസ്ഥാനത്ത് സാധിച്ചിട്ടില്ല, UDF സാധിച്ചിട്ടില്ല. അവരാരും ഈ കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നതിൽ അഴിമതിയില്ല, അഴിമതിരഹിത ഭരണം നടത്താൻ സാധിച്ചു എന്നത് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കും. അവരുടെ സമര കോലാഹലങ്ങളൊന്നും ഈ കാലയളവിൽ അതിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് സ്വാഭാവികമായിട്ടും. എന്നാൽ വികസനത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. നമുക്കറിയാം, റെയിൽവേയുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്തു പരിശോധിച്ചു, എയർപോർട്ടിന് സമാനമായ റെയിൽവേ സ്റ്റേഷനിലാണ് മാറുകയാണ്. നേരത്തെ സ്വതന്ത്ര ഭാരതത്തിന് ശേഷം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു വികസനം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല. ഇനി 22 കോടി 32 കോടി 465 കോടി വരെയുള്ള വികസനം എയർപോർട്ട് പോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് വരാൻ പോകുന്നത്. സമീപകാലത്ത് ഇനി അത് പണി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള എയർപോർട്ടുകൾ 175 മുതൽ 464 കോടി രൂപ വരെ ചെലവഴിച്ച് അമൃത് ഭാരത് പദ്ധതിപ്പെടുത്തിയിട്ടാണ് ആ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത്. പുതിയ ട്രെയിനുകൾ വരുന്നു, വന്ദേ ഭാരത് പോലെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ വരുന്നു. അതുപോലെ തന്നെ എയർപോർട്ടായാലും സീപോർട്ടായാലും IB ആയാലും റെയിൽവേ ആയാലും വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വലിയ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ 40 വർഷക്കാലം മുടങ്ങിക്കിടന്ന മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ്, അത് എത്രയോ വർഷക്കാലം കേരളവും കേന്ദ്രവും ഒരുമിച്ച് ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതുപോലെ UPA ഒന്നാം സംവിധാനത്തിലും രണ്ടാം സംവിധാനത്തിലും ഇടതുപക്ഷത്തിന് വലിയ നിർണായക സ്വാധീനമുണ്ടായി. ആ കാലയളവിൽ പോലും നിരവധി MPമാർ രണ്ടുപേരും പങ്കിട്ടെടുത്തിട്ട് പോലും കേരളത്തിലെ ഈ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് എക്വസേഷൻ നടന്ന് 40 വർഷക്കാലം കടന്നിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചിട്ടില്ല. എത്രയോ മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നില്ലേ? കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുമിച്ച് ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അന്നൊക്കെ അവർ പറഞ്ഞ ഫണ്ടില്ല എന്ന്. ഫണ്ട് കൊള്ളയടിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കുടുംബാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരമായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം കൊള്ളയടിച്ചവരവർ. അത് ഇപ്പം നടക്കുന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ കൊള്ള നടക്കുന്നില്ല, കുടുംബ കേന്ദ്രീകൃതമായ കൊള്ള നടക്കുന്നില്ല. അപ്പോൾ ആ കൊള്ള നടക്കാത്തത് ഈ പൊതുസമൂഹത്തിലേക്ക് ആ ഫണ്ട് ഉപയോഗപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ 14 വർഷക്കാലം കൊണ്ട് ഈ വലിയ സമൂലമായ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ആ മാറ്റം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ എനിക്ക് പറയുന്ന അമൃത് പദ്ധതിപ്പെടുത്തിയിട്ട് 100 കോടി രൂപ കണ്ണൂർ കോർപ്പറേഷന് കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്തത് നിങ്ങൾ നോക്കൂ. കണ്ണൂരിൽ ബസ് സ്റ്റാൻഡിന് പഴയ ബസ് സ്റ്റാൻഡ് സമീപമുള്ള ആ സ്റ്റേഡിയം കോർണറിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, അത് ആരുടെ ഫണ്ടാണ്? തുരുമ്പ് പിടിക്കുകയാണ്. 3 മഴ കൊണ്ട് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ 3 വർഷക്കാലത്തെ മഴ കൊണ്ട് കഴിഞ്ഞു. ഒരു ആൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ ഇന്നും തുറന്നു കൊടുത്തിട്ടില്ല. നിങ്ങൾ പയ്യാമ്പലം നമുക്കറിയാം, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ഇത് അമൃത ഭാരത് പദ്ധതിപ്പെടുത്തിയ ആ ഡ്രെയിനേജ് നവീകരിക്കാനായിട്ട് ആ പദ്ധതി പ്രകാരം നവീകരിച്ചു കഴിഞ്ഞു. അതൊക്കെ അമൃത. പക്ഷേ ഇവരാരും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുമ്പോൾ ആ ഫണ്ട് കിട്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് പറയാനുള്ള മടിയുണ്ട്, ബോർഡ് വെക്കാൻ മടിയാണ്, ഉദ്ഘാടനത്തിന് BJPക്കാരെ ക്ഷണിക്കുന്നില്ല. ഇതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലുള്ള വികസനം നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള വികസനത്തെ അപ്പുറത്തായിട്ട് എന്താ നടക്കുന്നത്? ഇവിടെ ഒന്നും നടക്കുന്നില്ല. അത് വലിയൊരു മാറ്റം പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കി. BJPയോട് വലിയൊരു ജനപിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന്, ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഒരു കാഴ്ചപ്പാടുണ്ടായി. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുന്നണി രാഷ്ട്രീയം മാറി മാറി ഭരിച്ചതാണ് കേരളം. മുന്നണി രാഷ്ട്രീയമായിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് തോന്നി ഒരു 3ാം ബദൽ രൂപപ്പെട്ട് വരണം എന്ന ഒരു താല്പര്യം പൊതുസമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. 2 ലക്ഷം വോട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കിട്ടിയത്. നമുക്ക് ഗോവിന്ദ മാഷയുടെ ബൂത്തിൽ നമുക്കൊന്നും വോട്ട് കിട്ടാറില്ല, അവിടെ വോട്ട് കിട്ടി. പിണറായി വിജയൻ്റെ വോട്ട് കിട്ടി. CPM ഉദയം കൊണ്ട പാറപ്പുറത്തെ ബൂത്തിൽ പോലും നമുക്ക് ബൂത്ത് ഏജൻറ്റുമാരില്ലാത്ത ബൂത്തിൽ പോലും വോട്ട് ജനങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വലിയ CPMൻ്റെ ഉള്ളിലെ പൊതു പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർ ചിന്തിച്ചിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ BJPയിൽ വലിയ തോതിലുള്ള മാറ്റം വരികയാണ്. സംഘടനാപരമായ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ജില്ലാ കമ്മിറ്റികളെ ആകെ വിഭജിച്ച് ഒരേ ജില്ലയിൽ 2ഉം 3ഉം ജില്ലാ പ്രസിഡന്റുമാർ, 30 ജില്ലാ പ്രസിഡന്റുമാരാണ് BJPക്ക് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുമ്പോൾ ഇത്രയും കാലം പാർട്ടി കഴിഞ്ഞ 5 വർഷമാണ് പാർട്ടിയുടെ ഏറ്റവും സമൂലമായ മാറ്റം വന്ന ഒരു കാലഘട്ടം. അതായത് ഒരു പ്രതീക്ഷ BJPയിലും ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ പാർട്ടി അനുഭാവികൾക്കും ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ആളുകളെ മൊത്തം അങ്ങ് മാറ്റുകയാണ്. ഇത് ഗുണം ചെയ്യുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഈ മാറ്റം നല്ലതാണ്. കാരണം 140 നിയോജക മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 280 സംഘടനാ മണ്ഡലങ്ങളാക്കി മാറ്റിക്കും. അത് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് 2ആയി വിഭജിച്ച് 14 ജില്ലകളുണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റുമാരുണ്ടായ 30 ജില്ലാ പ്രസിഡന്റ്. നല്ല കാര്യമാണത്.
അത് കാരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം, പ്രവർത്തിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ജനങ്ങളുമായി സംബന്ധിക്കാനും എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും കോപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 2 ജില്ലാ കമ്മിറ്റി ആക്കുമ്പോൾ എന്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അതേ സംവിധാനം പോലെ അപ്പുറത്തും വരുമ്പം ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും കോപ്റ്റ് ചെയ്യാൻ ആരും അസംതൃപ്തി ഉണ്ടാവില്ല, ചുമതലയില്ല എന്നൊരു ബോധം അവർക്കുണ്ടാവില്ല. എനിക്കൊരു ചുമതലയില്ല എന്ന് ഇനി ആരും വിലപിക്കുന്നൊരു കാലഘട്ടം ഉണ്ടാവരുത്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും കേൾക്കാം. പക്ഷേ അവിടെ പറഞ്ഞൊരു സംഗതി വലിയ കാര്യമാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടൊന്നും ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ജനപ്രിയരാവാൻ ആർക്കും സാധിക്കൊന്നുമില്ല. കാരണം 2 വർഷം കോവിഡ് കാലമാണ്. നാം പറഞ്ഞത് 2 വർഷം കോവിഡ് കാലം, 3 വർഷമാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ. പക്ഷെ ഞാനിത് മാറിയതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ കേരളത്തിലെ മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ ആ ആളുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കറപ്ഷനോ മറ്റു കാര്യങ്ങളോ ഉള്ളവർക്ക് പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തവരെ മാറ്റി നിർത്താം. പക്ഷേ അതിനപ്പുറത്തായിട്ട് എല്ലാവരും നിർത്തുമ്പോൾ അതിൽ ഫുൾ ടൈമായി പ്രവർത്തിച്ച് ജനകീയ അംഗീകാരമുള്ളവരെ നിലനിർത്തേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മറ്റു പാർട്ടിക്കാരെ നോക്കും, നിങ്ങൾ CPM എടുത്ത് പരിശോധിച്ചാൽ അവരെ അവരുടെ ജില്ലാ സെക്രട്ടറിമാർ നിരന്തരം പ്രവർത്തിച്ച് നിരന്തരം ചുമതല വഹിച്ച് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്വീകാര്യത വരുന്നത് അവർ നിരന്തരം കാണുകയാണ്. ഇത് ഒരു 5 വർഷം കൊണ്ട് ആ മുഖം മാറി മറ്റൊരു മുഖം വരികയാണ്. ആ മുഖം വരുമ്പോൾ അവർ പരിചയപ്പെട്ട് അവർ പൊതുസമൂഹമായി അടുത്ത് വരുന്ന കാലഘട്ടം കഴിയുമ്പം അവർ മാറുകയാണ്. അപ്പം അതൊരു ശരിയായൊരു തീരുമാനം. പിന്നെ സംഘടനാ തീരുമാനം, അതിനൊക്കെ നമ്മൾ അംഗീകരിക്കണം. കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം, ആ കമ്മിറ്റി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, 100% അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് ജനപ്രിയരായിട്ട് വരുമ്പോഴാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നത് ആലോചിക്കേണ്ട വിഷയമാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ നടപടികളൊക്കെ വരുന്ന ഘട്ടത്തിൽ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു നിബന്ധനകളൊക്കെ വരുന്നത്. അതെ, അങ്ങനെ ഒരു നിബന്ധന വന്നത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു നിബന്ധന വന്നപ്പോൾ പാർട്ടിയുടെ തീരുമാനമാണ്. ആ തീരുമാനം ഒരു സംഘടനാ പ്രവർത്തകൻ എന്നതിൽ അംഗീകരിക്കാൻ തയ്യാറാണ്, അംഗീകരിച്ചേ പറ്റും നമ്മളൊക്കെ. പക്ഷേ ഇതിലെ നമ്മളൊരു ചിന്തിക്കേണ്ടതും ഒന്ന് അന്വേഷിക്കേണ്ട ഒരു മാറ്റം വരേണ്ടതാണ്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 5 വർഷക്കാലം കൊണ്ട് ഒരാളുകൾ ആരും തന്നെ എത്ര വലിയ സമരം നടത്തി കഴിഞ്ഞാലും ജനപ്രിയ, നമ്മളൊക്കെ എന്തിനാണ് സംഘടനക്കുള്ളിൽ നേതാവാനല്ലല്ലോ ആളുകൾക്ക് തിടുക്കം. സംഘടനക്കുള്ളിൽ നേതാവ് ആർക്കും ആവാം. പക്ഷെ ജനകീയ അംഗീകാരമുള്ള ജനപ്രിയരായിട്ടുള്ള നേതാക്കന്മാരായി മാറാൻ സമയമെടുക്കും. ആ സമയ കാലയളവ് കൊടുക്കേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ, സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അടുത്ത ഘട്ടം ഈ രീതിയിലേക്ക് പോകണം എന്ന് മനസ്സിൽ കുറിച്ചിട്ട സമയത്താണ് മാറ്റം വരുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ജനപ്രിയരാവേണ്ട ആളുകളാണ് നേതാക്കന്മാർ. അവർ ഒരു സ്ഥാനത്തിരുന്നാൽ മാത്രമേ അതിന് ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം ചെലുത്താനും ആ ചുമതല വെച്ച് അവർക്ക് പ്രവർത്തിക്കാനും സാധിക്കാം. അപ്പോൾ കീ പോസ്റ്റിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ എത്തിപ്പെടേണ്ട കാലഘട്ടം വരുമ്പോൾ പെട്ടെന്നൊരു മാറ്റം വരികയാണ്. അത് സംഘടന എങ്ങനെയാണ് അത് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അനുഭവത്തില്ലേ, ഇപ്പം ഞങ്ങൾക്കാർക്കും സ്ഥാനം വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. ആ സ്ഥാനത്ത് തുടരണം ആഗ്രഹിച്ചിട്ടില്ല. അപ്പം എന്നെ പോലെ 14 ജില്ലാ പ്രസിഡന്റുമാർ മാറി. പക്ഷേ ആ സ്ഥാനത്ത് ഇരുന്ന് ജനപ്രിയരായി വരുമ്പോൾ ഈ ചുമതലയൊക്കെ നിർവഹിച്ച് വരുന്ന കാലഘട്ടത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുമ്പോഴുള്ള പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്. നമ്മൾ ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിലും മാറ്റം വേണം എന്നുള്ള ചർച്ചകൾ വരികയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MP കേരളത്തിൽ നിന്നും ഉണ്ടാവുക. ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. നമ്മൾ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തെ നമുക്ക് കുറച്ച് കാണാനും കഴിയില്ല. അപ്പോൾ കെ സുരേന്ദ്രനും ഇത്തരത്തിലുള്ള ഒരു ഇളവ് നൽകേണ്ടതല്ലേ, അദ്ദേഹം തുടരേണ്ടതല്ലേ ആ സ്ഥാനത്ത്? അല്ല, കഴിഞ്ഞ 5 വർഷക്കാലം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളാണ് എടുത്തിട്ടുള്ളത്. സകല രംഗത്തും സകല പ്രവർത്തന രംഗത്തും അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതിഷേധാഗ്നി കൊളുത്തിയിട്ടുണ്ട്. പൊതുസമൂഹം ചിന്തിക്കുന്ന രീതിയിൽ അവർക്ക് അനുഭാവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും BJP ഒന്നാമതെത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ രാഷ്ട്രീയപരമായ ചിന്തകൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കാലയളവിലേക്കുള്ള മാറ്റം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നതാണ്, സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം പക്ഷേ കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ജില്ലയിലും
വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ ജില്ലയിലും. അതിൽ ആ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമര പരിപാടികളായി മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് ഈ പൊതുസമൂഹം BJP ആയിട്ട് എടുത്തത്. അവരുടെ നീറുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും BJP മുന്നിലുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്കൊരു പാർലമെൻറ്റ് അംഗത്തെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ മികവിനെ ഞങ്ങൾ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് BJP കേരളത്തിൽ, 19 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ്, 30 മണ്ഡലങ്ങളിൽ 30,000-ന് മുകളിൽ വോട്ടുകളാണ്, 64 മണ്ഡലങ്ങളിൽ 30,000-ന് മുകളിൽ വോട്ടാണ്. ചെങ്ങന്നൂരും ആലപ്പുഴയും തിരുവനന്തപുരത്തും അടങ്ങുന്ന കപ്പിനും ചുണ്ടിനുമിടയിലാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റം വലിയ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന മാറ്റം. അതിലൊരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളായിരുന്നു സുരേന്ദ്രന് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ സുരേന്ദ്രൻജി മാറുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് സംഘടനാ തീരുമാനമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെയൊക്കെ അഭിപ്രായത്തിൽ ജനകീയരായിട്ടുള്ള ജനപോരാട്ടം നടത്തുന്ന ആളുകളെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. ഈ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പിൻ്റെ വലിയ തോതിൽ ചർച്ചയാണല്ലോ, മാധ്യമങ്ങളിലും മറ്റും വലിയ രീതിയിൽ ചർച്ചയാണ്. BJP പോലുള്ള ഒരു കേഡർ പാർട്ടിയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കെ സുരേന്ദ്രൻ പക്ഷം അല്ലെങ്കിൽ വി മുരളീധരൻ പക്ഷം, PK കൃഷ്ണദാസ് പക്ഷം, ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് പാർട്ടിയിലുണ്ടോ? ശരി, ഒരു പക്ഷവുമില്ല, ജനപക്ഷം മാത്രമേ ഉള്ളൂ. BJP-യിൽ ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. അത് കേന്ദ്ര നേതൃത്വം വളരെ രീതിയിൽ മോണിറ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് കേരള BJP-യിൽ. അഭിപ്രായങ്ങളൊക്കെ ഞാനും പറയും, നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതാണ്. BJP-യിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇതൊന്നും ഇന്നത്തെ കാലത്തൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് ആ പാർട്ടി വളർന്നു വരുന്ന കാലഘട്ടമാണ്. എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് നിന്നിട്ടാണ് ചിന്തിക്കുന്നത്, പോകുന്നതും തീരുമാനിക്കുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗ്രൂപ്പിസവും BJP-യിൽ ഇല്ല എന്ന് തന്നെ എനിക്കിപ്പോൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ് പത്രമാദൃശ്യ മാധ്യമങ്ങൾക്ക്, പല വ്യാഖ്യാനം കൊടുക്കുക. അതുകൊണ്ട് ആ വ്യാഖ്യാനത്തിനപ്പുറത്തായിട്ട് BJP-ൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അഭിപ്രായങ്ങളുണ്ടാകും, അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ആ അഭിപ്രായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സമന്വയത്തിലെത്തിക്കാൻ അതാണ് തീരുമാനം പാർട്ടിയുടെ. ആ തീരുമാനത്തിൽ ഉറച്ച് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണിത്. ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യം BJP-ക്ക് അനുകൂലമാണെന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരാണുള്ളത്. അതുകൊണ്ട് BJP-യിൽ ഒരു ഗ്രൂപ്പിസവും ഒന്നും ഇല്ല എന്നാണ് വിശ്വാസമാണ് ഞങ്ങൾക്ക്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുതിർന്ന നേതാവായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശോഭാ സുരേന്ദ്രൻ പല ഘട്ടത്തിലും ഇതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ഫാദർ ഇല്ല, അതുകൊണ്ട് സ്ഥാനങ്ങളിലേക്ക് എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഈ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പൊതുസമൂഹവും പറയുന്നത് അത് ശരിയല്ലേ എന്ന കാര്യം. ഈ ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ അത് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ പാർട്ടി പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുമുണ്ട്. ഇല്ല, ശോഭ ചേച്ചിയൊക്കെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട BJP-യുടെ മുഖമാണ്. കാരണം ഒരു പെൺസിംഹം എന്ന് നമുക്ക് പറയാവുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ആളാണ് ശോഭ ചേച്ചി. ആ ശോഭ ചേച്ചിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പത്രമാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതിനപ്പുറത്തായിട്ട് ശോഭ ചേച്ചിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ശോഭ ചേച്ചിയൊക്കെ നിർണായക സ്ഥാനത്ത് തന്നെയാണുള്ളത്, നിർണായക പ്രവർത്തനം നടത്തുന്നുണ്ട്, ഒരു ടീമായിട്ട് പോകുന്നുണ്ട്. ആ ടീമായിട്ട് പോകുന്നതിന് മറ്റുള്ള രീതിയിലൊന്നും കാണേണ്ടത് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പല ജില്ലാ പ്രസിഡന്റുമാരും, അതായത് 3 ജില്ലാ പ്രസിഡന്റുമാർ വനിത വന്നിട്ടുണ്ട്. 4 അതിൽ കാസർഗോഡ് മൊത്തമായി വനിതയാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. അത്തരമൊരു തീരുമാനം BJP എടുത്തിട്ടുണ്ട്. CPM-നോ കോൺഗ്രസിനോ ഇതുവരെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല. ആ നേട്ടങ്ങൾക്കിടയിൽ തന്നെ സംസ്ഥാന പ്രസിഡന്റായും ഒരു വനിത വരണം എന്നുള്ള ചർച്ചകൾ പാർട്ടിയിലുണ്ടോ? ഇല്ല, അങ്ങനെ പാർട്ടിയിൽ എല്ലാവർക്കും തുല്യ പരിഗണനയുണ്ട്. ആരാണോ മെച്ചപ്പെട്ടതെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. കേന്ദ്രം എല്ലാം മോണിറ്റർ ചെയ്തിട്ട് അവരൊരു കൂട്ടായ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഘടകം മുന്നോട്ട് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 4 വനിതകളെ നിങ്ങൾ നോക്കൂ, 4 ജില്ലാ പ്രസിഡന്റുമാർ BJP-യിൽ വനിതകളാണ്. 3 പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്, 2 പേർ SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞാൻ പറയുന്ന എത്രയോ വർഷക്കാലം കേരളം ഭരിച്ചിട്ടുള്ള പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ് CPM-ഉം കോൺഗ്രസും. അവർക്കുണ്ടോ 4 വനിതകൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? 2 SC/ST-യുടെ 3 SC/ST-യുടെ പ്രവർത്തകന്മാരെ ജില്ലാ പ്രസിഡന്റുമാരാക്കി, 3 ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ BJP ഞാൻ പറഞ്ഞ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. ആ രീതിയിൽ വലിയൊരു പ്രാതിനിധ്യം സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നതിൽ BJP-ക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല. കാരണം അവർ
സ്ത്രീയോ പുരുഷനും ഒരു ഈക്വാലിറ്റി ഉള്ളൊരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് BJP സംബന്ധിച്ചിടത്തോളം ആര് വനിത വന്നാലും പുരുഷൻ വന്നാലും BJPയിൽ സമം തന്നെയാണ്. ആർക്കും അങ്ങനെ നിഷേധമൊന്നുമല്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ആര് വരുന്നതും നേതൃത്വം കഴിവുകളെ പ്രകടമാക്കിയിട്ടുള്ള ആ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള 3 ജില്ലാ പ്രസിഡന്റുമാർ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ക്രിസ്ത്യൻ വിഭാഗം BJPയുമായി അടുക്കുന്നുണ്ടോ? പാംപ്ലാനി പിതാവുമായി താങ്കൾ പലവട്ടം ചർച്ചകൾ നടത്തിയ ഒരാളുമാണ്. പാംപ്ലാനി പിതാവൊക്കെ പിന്തുണ നൽകുന്നുണ്ടോ? ശരിക്കും BJP വരണം എന്നൊരാഗ്രഹം അവർക്കൊക്കെ ഉണ്ടോ? അല്ല, അവർക്കൊക്കെ BJP വരണം എന്നല്ല, ഒരു മാറ്റം ആവശ്യമാണ് എന്ന് അവർക്ക് ചിന്തിക്കുന്നുണ്ട്. കാരണം നേരത്തെ മുന്നണി രാഷ്ട്രീയം അവരെ വഞ്ചിച്ചതാണ്. കേരളത്തിലെ ബഫർ സോൺ എടുത്ത് പരിശോധിച്ചാലും ഇപ്പം മൃഗങ്ങൾക്കുള്ള അംഗീകാരം പോലും മനുഷ്യനില്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ BJPക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്തീയ വിഭാഗത്തിൽ. ഇപ്പം നമുക്കറിയാം, മുനമ്പം പോലെയുള്ള വഖഫ് ബോർഡിൻ്റെ തീരുമാനപ്രകാരം മുനമ്പത്തുള്ള ആയിരക്കണക്കിന് ആളുകൾ കുടിയിറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അവിടെയൊക്കെ പ്രതികരിക്കാൻ ആദ്യം ഓടിയെത്തിയത് BJPയാണ്. അപ്പോൾ BJP വരണം. ഇന്ന് ലവ് ജിഹാദ് പോലത്തെ പ്രശ്നങ്ങളും ക്രിസ്ത്യൻ സമുദായം അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലൊക്കെ ആദ്യത്തെ അഭിപ്രായവും ആദ്യത്തെ പോരാട്ടവും നടത്തിയിട്ടുള്ളത് BJPയാണ്, ആ ക്രിസ്തീയ വിഭാഗത്തിന് വേണ്ടി. അപ്പം അവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ മാറ്റം ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ആളുകൾക്കുണ്ട്. ഇന്നലെ വരെ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടായിരുന്ന CPMുമായി ബന്ധമുണ്ട് ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ആളുകൾക്കൊക്കെ ഇന്ന് BJPയെ സ്വീകരിക്കാം എന്നൊരു മനോഭാവത്തിലെത്തിയിട്ടുണ്ട്. ആ മാറ്റം ആ ക്രിസ്തീയ വിഭാഗത്തിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവർ തുറന്ന് പറയുന്നുണ്ട്. റബ്ബറിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയാണ് പാംപ്ലാനി പിതാവ് പരസ്യമായി തന്നെ പറഞ്ഞത് BJPക്ക് അത് കഴിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപ്പായിട്ടില്ലല്ലോ. അപ്പോൾ അവർ ഇപ്പോഴും അത് വിശ്വസിച്ച് ഇന്ന് റബ്ബറിനൊക്കെ നാളികേരത്തിന് എത്രയൊക്കെ വില, കുരുമുളകിന് എന്താ വില, ഏലത്തിന് എന്താ വില, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വില കിട്ടുന്നുണ്ട്. കർഷകർ ഇന്ന് സംതൃപ്തരാണ്. അപ്പോൾ വലിയ വില കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ കുറേ തീരുമാനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ പലരും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിന് ആളുകൾക്ക് കിട്ടുന്നുണ്ട്, മുസ്ലിം വിഭാഗത്തിന് ആളുകൾക്ക്. അവിടേക്ക് മതത്തിനൊരു പരിഗണനയില്ല. അപ്പം എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു പ്രദേശം കേരളത്തിലെ ജനങ്ങളും ഇതൊക്കെ അനുഭവിച്ചു വരികയാണ്. അവരൊക്കെ അനുഭവിക്കുമ്പോൾ അതിൻ്റെ മാറ്റത്തിന് ഉത്തരവാദി ആരാ എന്നവർ മനസ്സിലാക്കുമല്ലോ. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അനുകൂലമായി ചിന്തിക്കും. ആ ചിന്തിക്കുന്നുണ്ട്, അതിൻ്റെ മാറ്റം കണ്ടുവരുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. അങ്ങനെ ഒരു മാറ്റമുണ്ട്, സമൂഹത്തിലുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ഒരു രീതിയിലുള്ള തിരിച്ചറിവ് ഇനിയും വന്നിട്ടില്ല. അവരെ നിയന്ത്രിക്കുന്നത് ചില തീവ്ര മനോഭാവമുള്ള സംഘടനകളാണ്. അതാണ് അവരുടെ പ്രശ്നം. അവർ ദേശീയധാരയോട് ചേർന്ന് വരേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം അവരും ദേശീയധാരയോട് വരും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവരെ മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ചില തീവ്ര മനോഭാവമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്താഗതി അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെന്ന് ഞങ്ങൾ കരുതുന്നൊന്നുമില്ല. മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന് നിർണായകമായ പങ്കുണ്ട്. ഈ ദേശീയധാരയോട് നിൽക്കേണ്ട അനിവാര്യമാണ് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിലും വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആ മാറ്റം നമ്മൾ BJPക്ക് അനുകൂലമാകുമെന്ന് ചിന്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ഈ കേരളം പിടിക്കുക എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. BJP ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരും കാണുന്നത്. BJP ഒരു ഹിന്ദു പാർട്ടിയാണോ ശരിക്കും? BJP ഒരു ഹിന്ദു പാർട്ടിയൊന്നുമല്ല. BJP എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിനും ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും ക്ഷേമം കാക്ഷിക്കുന്നൊരു പാർട്ടിയാണ് BJP. ആരോടും ഇന്ന പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നാണ് BJPയുടെ മുദ്രാവാക്യം തന്നെ. BJP എല്ലാവരും, പക്ഷെ ന്യായത്തിൻ്റെ കൂടെ നിൽക്കണം. BJPക്കൊത്ത് സത്യസന്ധതയും ന്യായം വെച്ച് പുലർത്തുന്നൊരു പാർട്ടിയാണ് BJP. അതിന് മുത്തലാഖ് വിഷയം വന്നപ്പോൾ നമുക്കറിയാം, 3 മതന്യൂനപക്ഷങ്ങളിടയിൽ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തിയ പാർട്ടികളാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും. മുസ്ലിം സമുദായത്തിലെ വനിതകൾ, സഹോദരിമാർ അനുഭവിക്കുന്ന പീഡനം നമുക്കറിയാം. അവരെ കല്യാണം കഴിച്ച് നമുക്കൊക്കെ സഹോദരിമാരില്ലേ, എൻ്റെ മക്കൾ നാളെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ ചിന്തിക്കുന്നത്? നല്ല രീതിയിൽ അവരെ കെട്ടിച്ചു വിടണം, ഒരു കുടുംബം അവർക്കും ഉണ്ടാവണം. ആ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പം 1, 2, 3 തലാക്ക് ചൊല്ലി അവരെ വേർപിരിയുന്നൊരു ഘട്ടമുണ്ട്. അത് ശരിയായ പ്രാകൃതമായൊരു സമീപനം. അപ്പോൾ ആ സമീപനത്തിൽ മാറ്റം വരുത്താൻ ആരെങ്കിലും കൈവച്ചോ? ഞാൻ ചോദിക്കുന്ന, നെഹ്റുവിന് ശേഷം നിരവധി പ്രധാനമന്ത്രിമാരുണ്ടായല്ലോ കാലഘട്ടമല്ലേ നമ്മുടെ പതിറ്റാണ്ടുകളോളം ഈ നിയമം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ആ മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് മറ്റു സഹോദരിമാരെ പോലെ ജീവിക്കേണ്ട ഈ രാജ്യത്ത് അവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടേണ്ട ഒരു കാലഘട്ടത്തിൽ അവരുടെ നേരെ നിന്ന് ആ വെല്ലുവിളിക്ക് എതിരെ നിൽക്കാൻ ഒരു പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു? ഇല്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരെ വിധവകളാക്കേണ്ടവരല്ല, 1, 2, 3 തലാക്ക് ചൊല്ലി വിധവകളാക്കേണ്ടവർ, അവർ ഈ കുടുംബത്തോടെ ജീവിക്കേണ്ടവരാണ് എന്ന ബോധ്യം
ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അതിനെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി സമൂഹത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്. പക്ഷേ അതല്ല യാഥാർത്ഥ്യമെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. ഇപ്പം നിയമപരമായി അവർക്ക് കോടതിയിൽ പോകാനുള്ള അവകാശം കിട്ടി. ശരീഅത്ത് നിയമപ്രകാരമല്ല ഇപ്പം നടക്കുന്നത്. അവർക്ക് ഒരു സഹോദരിക്ക് അങ്ങനെ ഒരു ദുരവനം ഉണ്ടായാൽ കോടതി ചോദ്യം ചെയ്യാം എന്ന രീതിയിലൊക്കെ വന്നല്ലോ. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ശ്രീ സ്വാതന്ത്ര്യമൊക്കെ പറയുന്ന പാർട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ കാര്യങ്ങൾ, ഈ പ്രാകൃതമായ നിയമം എടുത്തു മാറ്റാൻ ആർക്ക് സാധിച്ചു? നരേന്ദ്രമോദിക്ക് സാധിച്ചു. അത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഉള്ളതുകൊണ്ടാണ്. അതിന്റെ പിന്തുണ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് BJP മുസ്ലിം സ്ത്രീകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ മുസ്ലിം സഹോദരിമാർ BJPയുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ട്. കേരളം ഇനി എപ്പോഴും തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്ന ഒരു പ്രദേശമാണല്ലോ. അത് ഞാൻ പറഞ്ഞ തീവ്ര മനോഭാവമുള്ള മുസ്ലിം സംഘടനകൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ഈ കേരളം. ആ കേരളത്തിൽ ആ സ്വാധീന വലയങ്ങളൊക്കെ പൊട്ടിപ്പോവും സ്വാഭാവികമായിട്ട്. ഇപ്പോൾ തെറ്റിദ്ധരിച്ച് വരിക്കുന്ന മുസ്ലിം സ്ത്രീകളിലൊക്കെ, മുസ്ലിം പുരുഷന്മാരിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. കാരണം അവരും നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാവണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പം അവരെയും കൂടി അതിൻ്റെ കൂടെ ചേർക്കാനുള്ള സമീപനം പാർട്ടിക്കുണ്ടാവും. ഈ കേരളം പിടിക്കണമെങ്കിൽ BJP ഇതേ രീതിയിൽ പോയാൽ പോരാ. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും കൂടി വോട്ടുണ്ടായാൽ മാത്രമേ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത പാർട്ടി ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? കേരളം പിടിക്കണമെങ്കിൽ ഇന്നത്തെ BJPയുടെ എല്ലാ ബൂത്ത് ലെവലിലുള്ള നേതാക്കന്മാർ പോലും ജനകീയരാമമാണ്. പാർട്ടി നേതാക്കന്മാർ മാത്രമായാൽ പോരാ. അവർ ജനപ്രിയരായി മാറണമെങ്കിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം, ജനങ്ങളുടെ ഇടയിൽ ജീവിക്കണം, ജനങ്ങളുടെ ഇടയിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ നീറുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കുമെതിരെ പോരാടണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് ഒരു വലിയ സമൂലമായ മാറ്റം ഉണ്ടാവൂ. ആ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കണം. മതന്യൂനപക്ഷങ്ങൾ 100% BJPക്ക് എതിരൊന്നല്ല. മത തീവ്രവാദികളായ ആളുകളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല, പക്ഷേ മതന്യൂനപക്ഷങ്ങളെ നമുക്ക് സ്വീകരിക്കുന്ന ഒരു പ്രശ്നമില്ല. മത തീവ്രവാദികൾ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു പാർട്ടിയാണ് BJP. അവരോട് ഒരു കാലത്തും ഒരു കോംപ്രമൈസിനും BJP ഇല്ല. പക്ഷേ മതന്യൂനപക്ഷങ്ങളിൽ എല്ലാവരും അങ്ങനെയുള്ള ആളുകളല്ല, എല്ലാവരും അങ്ങനെയുള്ള ആളുകളല്ല. പക്ഷേ അവർക്ക് ആ ചിന്താഗതിയുണ്ട്. അവരുടെ സമാന മനസ്സിനെ BJP സ്വീകരിക്കണം എന്നാണ് BJPയുടെ അഭിപ്രായം. BJP എല്ലാവരും സ്വീകരിക്കാമെന്ന്. ഈ മാറ്റത്തിൽ കേവലം BJP ഇന്നത്തെ ഈ സ്ട്രക്ചർ വെച്ചുകൊണ്ട് മാറ്റം കേരളം ഭരിക്കാനൊന്നും സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നല്ലേ. വലിയ സമൂലമായ മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ BJPക്ക് എളുപ്പത്തിൽ കേരളീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ കേരളത്തിൽ വലിയ സമൂലമായ മാറ്റം മതന്യൂനപക്ഷങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കേവലം എന്തെങ്കിലും അപ്പക്കഷ്ടങ്ങൾ കാണിച്ച് കാലാകാലങ്ങളിൽ മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇടതു വലത് മുന്നണികൾ. അവരുടെ കാപട്യം തിരിച്ചറിഞ്ഞ മതന്യൂനപക്ഷങ്ങളുണ്ട്. ആ മതന്യൂനപക്ഷങ്ങളിലൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവ് BJPക്ക് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതിന് വിഘാതമായി നിൽക്കുന്നത് ഈ സംഘപരിവാർ പ്രൊഫൈലുകളാണോ? ഈ പല കാര്യങ്ങളും വന്നുകൊണ്ട് അത് നിങ്ങളേതാ, നമ്മൾ പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള പോസ്റ്റുകളും വരികയാണ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ. ഇതൊക്കെ തന്നെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഈ ഉദ്ദേശശുദ്ധിക്ക് എതിരായല്ലേ ഭവിക്കുക? അവർ സംശയത്തോടു കൂടി BJPയെ നോക്കിക്കാണാനുള്ള ഒരു കാരണം അത് തന്നെയല്ലേ? അല്ല, ഈ വാട്സപ്പിലൊക്കെ എഴുതിയിടുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. പ്രവർത്തിക്കുന്നവരാരും വാട്സപ്പിൽ എഴുതിയിടുന്നവരല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഹരിദാസിനെ പോലുള്ള ഒരു നേതാവ് ഒരിക്കലും അത് ചെയ്യില്ല. അതല്ലേ നമ്മൾ ഹരിദാസ് മാത്രമല്ല, ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ ആരുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. കേവലം ഏതോ വ്യക്തികൾ എവിടെയെങ്കിലും ഇരുന്ന് എഴുതുന്നതല്ലല്ലോ BJP. സംഘപരിവാർ അങ്ങനെ ചിന്തിച്ച് ഞാൻ സംഘശാഖയിലൂടെ വന്ന ഒരു എളിയ പ്രവർത്തകൻ. ഞങ്ങൾ ഇന്ന് വരെ സംഘശാഖയിൽ നിന്ന് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നിൽക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മതന്യൂനപക്ഷങ്ങളും മനുഷ്യരാണ്. ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പറയുന്നത്. അതിൻ്റെ സർസംഘചാലകനും അതിനു വേണ്ടിയിട്ടാണ് അങ്ങേയറ്റം യാത്ര ചെയ്യുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പക്ഷേ നമ്മുടെ രാഷ്ട്രം എന്ന സങ്കല്പമുണ്ട്. ആ രാഷ്ട്രത്തിനപ്പുറത്തായി നമുക്കൊന്നുമില്ല. പാർട്ടിയൊന്നല്ല വലുത്. നമ്മൾ ആദ്യം കാണുന്ന രാഷ്ട്രമാണ്, അതിനുശേഷമേ നമ്മുടെ പാർട്ടിയുള്ളൂ, അതിനുശേഷം നമ്മുടെ കുടുംബം. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കില്ല. അവിടെ തീവ്രവാദികൾ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ, ഈ രാഷ്ട്രത്തിൽ സങ്കുചിത മനോഭാവത്തോടെ പ്രവർത്തിക്കുമ്പോൾ, ഈ മതന്യൂനപക്ഷങ്ങളിലുള്ള അങ്കലാപ്പ് ഉണ്ടാക്കുമ്പോൾ, മതേതരത്വം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിനെതിരെ BJP ശക്തിയുമായി പ്രതിരോധിക്കും. അതിനപ്പുറത്തായിട്ട് എഴുതുന്നതൊന്നും BJPയുടേതല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട. സമൂഹത്തിൽ പലയാളും പലതും എഴുതുന്നുണ്ട്. അതൊന്നും BJPയുടെ അഭിപ്രായമോ സംഘപരിവാറിൻ്റെ അഭിപ്രായമല്ല. ഈ അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നത് തന്നെ ചെയ്യും. അല്ല, പാർട്ടി പ്രവർത്തകരല്ല ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം പോരാളി ഷാജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അല്ലേ, നിരവധി ഗ്രൂപ്പുകളുണ്ട്. എന്തൊക്കെ ഗ്രൂപ്പുകളുണ്ട്?
അത് അവരൊന്നും BJP-യുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളൊന്നുമല്ല. ആർക്കും നിങ്ങൾക്ക് നാലാൾ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, അതിൽ ആരുടെ ചിത്രവും വെക്കാം, ആരുടെ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു പ്രശ്നവും ആർക്കും ഒന്നും. മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ അവർ കുറ്റകരമാണ്. ഇവിടെ ആരുടെ ഫോട്ടോ, ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോവും വെക്കാം, രാമൻ്റെ ഫോട്ടോവും വെക്കാം, യേശുവിൻ്റെ ഫോട്ടോവും വെക്കാം, ആരുടെ ഫോട്ടോവും വെക്കാം, ജീവിച്ചിരിക്കുന്നവൻ്റെയും മൺമറഞ്ഞു പോയതിൻ്റെ ഫോട്ടോ വെക്കാം. അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ആരെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കടമ BJP-ക്കില്ല. BJP-ക്കോ സംഘപരിവാറിനോ ഇല്ല. അതൊക്കെ വ്യക്തികൾ ചെയ്യുന്നതാണ്. ആ എതിരാളികളും ചെയ്യും. എതിരാളികൾക്ക് BJP-യെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പ്രശ്നമൊന്നുമില്ല. അവർക്കൊരു ആ ഗ്രൂപ്പിന് ആരാ എതിര് നിൽക്കാൻ ഞങ്ങൾക്ക് പറയാമെന്നുള്ളതാണ്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കി എതിരാളികൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പിൽ പലതും എഴുതാം. ആ പലതും എഴുതി അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് അടിസ്ഥാനപരമായി BJP-യുടെ ഗ്രൂപ്പാണോ? അല്ല, BJP-യുടേതല്ല. അപ്പോൾ അത്തരം ഗ്രൂപ്പുകളൊന്നും BJP-യുടെ നിയന്ത്രണത്തിലും തീരുമാനത്തിലും പോകുന്ന ഗ്രൂപ്പുകളൊന്നുമല്ല. അത്തരം ഗ്രൂപ്പുകൾ എഴുതുന്ന BJP-യുടെ തീരുമാനമല്ല. ഈ AP അബ്ദുള്ളക്കുട്ടിയൊക്കെ പാർട്ടിയിലേക്ക് വന്നു. പക്ഷേ ഈ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഒഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകുന്നില്ല. അബ്ദുള്ളക്കുട്ടിയൊക്കെ വന്നതിന്റെ ഗുണം പാർട്ടിക്ക് ശരിക്കും ഉണ്ടോ? അല്ല, അബ്ദുള്ളക്കുട്ടിയൊക്കെ വന്നിട്ട് BJP വ്യക്തമായി പരിഗണിച്ചില്ലേ? ഹജ്ജ് കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ ചെയർമാനാണ് അബ്ദുള്ളക്കുട്ടി. BJP-യുടെ ഓൾ ഇന്ത്യ ഉപാധ്യക്ഷനാണ്. ഏത് പദവിയാണ് ഇരിക്കുന്നത് അബ്ദുള്ളക്കുട്ടി കൈയൊഴിഞ്ഞു BJP. രഘുനാഥ് വന്നു കോൺഗ്രസ് നിന്ന്. രഘുനാഥിന് പാർലമെൻറ്റ് സീറ്റ് കൊടുത്തു, കണ്ണൂർ പാർലമെൻറ്റ് സീറ്റ് കൊടുത്തു, ദേശീയ നിർവാഹക സമിതി അംഗത്വമായിട്ട് ചുമതല കൊടുത്തു. അപ്പം മറ്റുള്ള പാർട്ടിയിൽ നിന്ന് വരുന്നവരെ പരിഗണിക്കുന്ന പാർട്ടിയാണ് BJP. എല്ലാവരെയും പരിഗണിക്കുന്ന പാർട്ടിയാണ്. അപ്പം മതന്യൂനപക്ഷങ്ങളിൽ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആ മനസ്സിലാക്കിയ മാറ്റങ്ങൾ അവർ വോട്ടിലൂടെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമുക്കറിയാം. കണ്ടില്ലേ, നിങ്ങൾ ഒരു KSU പ്രവർത്തകൻ അവനെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അർദ്ധരാത്രി കയറി മൃഗീയമായി തല്ലിച്ചതച്ച് അടിച്ച് പണിയാക്കിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ നാടല്ലേ പിണറായി, മുഖ്യമന്ത്രിയുടെ വീടല്ലേ പിണറായി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം എന്താ നടന്നത്? ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിലുള്ള തോരണങ്ങൾ എടുത്ത് മാറ്റണം, കൊടിത്തോരണങ്ങൾ എടുത്ത് മാറ്റണം, ദിവസങ്ങളോളം വെച്ച ബോർഡുകൾ എടുത്ത് മാറ്റണം. ഹൈക്കോടതി തീരുമാനമാണ്. ഹൈക്കോടതിയുടെ നിയമലംഘനമാവും അത് ആ സെക്രട്ടറി ചെയ്തിട്ടില്ലെങ്കിൽ. അത് ചെയ്യാൻ പോയ ആളുകളെ ഒരു ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടല്ലോ. ഏരിയ കമ്മിറ്റി അംഗം ഭീഷണിപ്പെടുന്നത്, ആ ഏരിയ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയും ഇന്നും പാർട്ടിയിലുണ്ട്, തുടരുകയാണ്. അപ്പം പാർട്ടിയെ ഭീഷണിപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിൽ വീട്ടിൻ്റെ മുന്നിലുള്ള പഞ്ചായത്ത് ഓഫീസിലാണ് ഈ അനുഭവമെങ്കിൽ കേരളത്തിലെ മറ്റു പ്രദേശത്തിൻ്റെ അനുഭവം നമുക്ക് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ ആ രീതിയിൽ ജീവിക്കുന്ന, പക്ഷേ അവിടെ ഒരു കാരണം കണ്ടു, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടി വിശ്വസിച്ച് പോയ അസോസിയേഷൻ ഒന്നടങ്കം വായ മൂടിക്കെട്ടി സമരരംഗത്തിറങ്ങി ആ ചങ്കുറ്റം കാണിച്ചില്ലേ. അപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. ആ അഗ്നിപകരം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം. ആ പൊട്ടിത്തെറിക്കലോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ആ മാറ്റം BJP ഗുണകരമാകും. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് വോട്ട് ചെയ്യൽ? LDF-ന് വോട്ട് കുറഞ്ഞാൽ അത് UDF-ലേക്കാണ് പോകുക, UDF-ന് വോട്ട് കുറഞ്ഞാൽ അത് LDF-ലേക്ക് പോകും. ഇപ്രാവശ്യം പോയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്? LDF-നും UDF-നും വോട്ട് കുറഞ്ഞപ്പോൾ നേരെ വന്ന BJP-ക്കാണ് വോട്ട്. പല പ്രദേശങ്ങളിൽ BJP ക്രമാതീതമായ വോട്ടുണ്ടായത് BJP-ക്ക് വന്നത് LDF-നും UDF-നും വന്നിട്ടുണ്ട്. പണ്ടങ്ങനെയല്ല, നേരെ LDF-ന്ന് UDF-ലും UDF-ന്ന് LDF-ലേക്ക് പോവാം. അത് മൂന്നാമത്തൊരു ശക്തി വളർന്നു വരണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വോട്ടിംഗ് ഷെയർ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് BJP-ക്ക് ഗുണകരമാകും. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി KK വിനോദൻ മാസ്റ്റർ ചുമതല ഏറ്റെടുക്കുന്ന ആ ഘട്ടത്തിൽ നിങ്ങളുടെ സംസ്ഥാന വക്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സമൂഹം മുഴുവൻ BJP-ക്ക് എതിരാണ്, അത് നമ്മൾ മറന്നുകൂടാ, അത് മനസ്സിൽ വെച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സമൂഹം അത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. സമൂഹം BJP-ക്ക് അനുകൂലമാണ്, സമൂഹം എതിരല്ല. ഇവിടുത്തെ സാന്നിധ്യത്തിലാണ് ഒരു പത്രദൃശ്യ മാധ്യമങ്ങൾ BJP-ക്ക് എതിരാണ്. എന്തോ ഒരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നു അവരിലുണ്ട്. അവർ ഈ BJP വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾ പത്രദൃശ്യ മാധ്യമത്തിൽ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നത് അതൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള വെച്ച് പുലർത്തുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. രണ്ടാമത്, രണ്ട് മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഈ പെട്ടിട്ടുള്ള രാഷ്ട്രീയം ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ നിർണായക ശക്തിയുള്ളൊരു പ്രദേശമാണ് കേരളത്തിൽ. ഇവർ രണ്ടുപേരും പകച്ചുണ്ടാക്കുന്ന നുണകൾ പൊതുസമൂഹം ചിലർ തെറ്റിദ്ധാരണ വരുത്തി വിശ്വസിച്ച് പോയിട്ടുണ്ടാവാം. ആ തെറ്റിദ്ധാരണയൊക്കെ മാറി സമൂഹത്തിനോട് ചേരാൻ, BJP-യോട് ചേരാൻ സമൂഹം തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പിണറായിയിൽ വോട്ട് വർദ്ധിപ്പിച്ചത് തെറ്റിദ്ധാരണ കൊണ്ടാണ് സമൂഹത്തിൽ? പാറപ്പുറത്ത് വോട്ട് വർദ്ധിപ്പിച്ചത് തെറ്റിദ്ധാരണ കൊണ്ടാണ് സമൂഹത്തിൽ? KVS ഹരിദാസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? സമൂഹത്തിനോട് വലിയ ബാധ്യത BJP-ക്കുണ്ട്. BJP തെറ്റിദ്ധാരണയുണ്ട്, സമൂഹത്തിന് തെറ്റിദ്ധാരണയുണ്ട്.
സമൂഹം ബി ജെ പിക്കെതിരല്ല. സമൂഹത്തിനൊരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന ഈ മുന്നണി രാഷ്ട്രീയക്കാരുടെ ആ വലയിൽപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവരെ അവരെ മാറ്റിയെടുക്കണം നമുക്ക്. ആ തെറ്റിദ്ധാരണ മാറ്റാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം ബി ജെ പി പ്രവർത്തകന്മാർ. ഓരോ വ്യക്തിയും കാണണം, ഓരോ വീടും കാണണം. ഓരോ വീട്ടിലും ബി ജെ പി പ്രവർത്തകർ ചെന്ന് ഇന്നത്തെ ഈ അന്തർരാഷ്ട്രീയ സാഹചര്യവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിരവധി ക്ഷേമ പദ്ധതികൾ നിങ്ങൾക്കും അംഗമാകാം, നിങ്ങൾക്കും കിട്ടണം. ഒരു പൊതുസമൂഹത്തിൽ ഒരു വീട്ടിൽ, കേരളത്തിൽ ഒരു വീട്ടിൽ, കണ്ണൂർ ജില്ലയിൽ ഒരു വീട്ടിൽ എടുത്താൽ ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് പോലില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് പോലും ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു പ്രദേശത്ത് പോലും ഉണ്ടാവില്ല. അവിടെയൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ബി ജെ പി ഗവൺമെൻറ് തന്നതാണ്. എന്താ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ന് വരെ നടപ്പിലാക്കുന്ന 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ പെൻഷൻ, നിങ്ങൾക്കറിയാലോ, ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തി. അവർക്ക് ആരോഗ്യപരമായ കാരണത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അവിടെ ജാതിക്ക് പ്രാധാന്യമില്ല, മതത്തിന് പ്രാധാന്യമില്ല, സാമ്പത്തികം പ്രാധാന്യമില്ല, എല്ലാവർക്കും കിട്ടുന്നു. 70 വയസ്സ് കഴിഞ്ഞ് മുഴുവൻ ആളുകൾക്കും കിട്ടുന്നൊരു തീരുമാനം കൊണ്ടുവന്നു. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവാത്തത്? പല സ്ഥലത്തും ഇപ്പോൾ സൈറ്റ് ബ്ലോക്കാണ്. എല്ലാ സംസ്ഥാനത്തും കിട്ടുന്നുണ്ടല്ലോ, കേരളത്തിൽ മാത്രം പലതും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ജൽജീവൻ പദ്ധതി എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാത്തതുണ്ടാ? ആവാസ് യോജന വഴിമുടക്കി വെച്ചിട്ട് എന്തുകൊണ്ടാണ് അവർ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ കൊടുക്കാത്തത്? കേരളത്തിന് ഫണ്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കേരളം ഇന്ന് ഏറ്റവും വലിയ കടക്കണിയിലായ ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾക്ക് ഇത്ര കോടി കിട്ടണം, ഇത്ര കോടി കിട്ടണം. നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് തരുന്നില്ല എന്നാണ് പറഞ്ഞു. ഹൈക്കോടതി പോയിട്ട് എന്താ വെറും കൈയോടെ മടങ്ങേണ്ടി വന്നൊരു ഉത്തരവ് മേടിക്കാൻ കഴിയും നമുക്ക്. കള്ളപ്രചരണം നടത്തുക. കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലുകയാണെന്ന് കള്ളപ്രചരണം. ഇന്ന് ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയധികം ഫണ്ട് കൊടുത്ത ഒരു ഗവൺമെൻറ് ഭാരതത്തിലുണ്ടായിട്ടില്ല. നരേന്ദ്രമോദി എല്ലാ ഫെഡറൽ സംവിധാനത്തിലും എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ കാണുന്നു. കേരളത്തിൽ വികസനം ഉണ്ടാക്കണം. കേരളം ഇന്ന് നമുക്കറിയാം ഗുണഭോക്തൃ സംസ്ഥാനമാണ്. ഇന്ന് ഇവിടെ കാർഷിക രംഗത്ത് എന്താണ് സ്ഥിതി? ഉള്ള വയലുകളൊക്കെ നിർത്തുക. തലശ്ശേരിയിൽ ഒരു വയൽ നിർത്തുന്നുണ്ട്. നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കുയ്യാലി പാലത്തിനെടുക്കുക. എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചത്? ഹൈക്കോടതിയിൽ നിന്ന് മണ്ണിട്ട് നിർത്താൻ ഓർഡർ മേടിച്ചത് ഒരു ചെമ്മീൻ കൃഷി നടത്താനാണ്. അവിടെ നിന്ന് തന്നെ മണ്ണെടുത്തിട്ട് അവിടെ തന്നെ ബണ്ടുണ്ടാക്കണമെന്നാണ് ചെമ്മീൻ കൃഷിക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? കണ്ടൽക്കാടും പുഴയോരം നികത്തിയിട്ട് വലിയൊരു ഏക്കറ സ്ഥലം നികത്തുവാണ്. ആരാണ് ചെയ്യുന്നത്? CPM ആണ് ചെയ്യുന്നത്. നിഖിൽ കൊലക്കേസിലെ പ്രതിയാണ് അതിൽ ഉള്ളത്. BJP പ്രവർത്തകൻ നിഖിലിനെ കൊന്ന കേസിലെ പ്രതി അടക്കം അതിന് സംരക്ഷണം കൊടുക്കുന്നു, അവിടെ മണ്ണടിക്കുന്നു. സ്വാഭാവികമായിട്ടും ആരാണ് അതിന് ഉത്തരവാദി? CPMൻ്റെ നേതൃത്വത്തിൻ്റെ, പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടക്കുകയാണ്. അപ്പോൾ വയലുകൾ നികത്തുകയാണ്, കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റുകയാണ്, പുഴയോരം നികത്തുകയാണ്. അപ്പോൾ കേരളത്തിലെ വികസനം ഇനി വരുന്ന കാലത്ത് ടൂറിസത്തിനാണ് ഏറെ സാധ്യതയുള്ളത്. ആ ടൂറിസം ഇന്ന് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ടൂറിസം ഉണ്ടോ? എവിടെയാണ് ടൂറിസം? 4 ടൈൽസ് വെച്ചാൽ ടൂറിസം ആവും. വിദേശികളെ ആകർഷിക്കാൻ, ടൂറിസത്തെ ആകർഷിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. തീരദേശ മേഖലകളിൽ അത്രയധികം അനന്ത സാധ്യതയുള്ള ഒരു ജില്ലയാണ്. ആ സാധ്യത പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെൻറ് സാധിക്കുന്നില്ല. കാരണം സാധിക്കാത്തത് ഫണ്ടിൻ്റെ ലഭ്യതയിൽ. ഇപ്പോൾ കോൺട്രാക്ടർമാർക്ക് ഫണ്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. എത്രയോ കോൺട്രാക്ടർമാർ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങുകയാണ്, നിരന്തരം കയറി ഇറങ്ങുകയാണ്. കാരണം അവരെടുത്ത പൈസക്ക് പണിയെടുത്തതിൻ്റെ പൈസ കിട്ടാത്തൊരവസ്ഥയാണ്. KWൻ്റെ കേരള വാട്ടർ അതോറിറ്റിൻ്റെ സ്ഥിതി എന്താ? എടുത്ത ആളുകൾ ഇപ്പോൾ വർക്ക് പൂർത്തിയാക്കുന്നില്ല, കാരണം ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ഫണ്ട് കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സംസ്ഥാനം. നിങ്ങൾ നികുതി ഭാരങ്ങൾ കൂടുകയാണ്. ഇപ്പം വീട്ടുനികുതി കൂടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, കരണ്ട് ചാർജ് വർധന നടത്തുന്നു. എന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്ന ബോധ്യം നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അവിടെയാണ് BJP വരണം, വലിയൊരു മാറ്റം ഉണ്ടാകണം പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ ഒത്ത് നീങ്ങാൻ BJP തയ്യാറാവും. BJP ആ പൊതുസമൂഹത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കണ്ണൂരിലെ ഒരു പ്രവർത്തനം, അതിൽ ഏറ്റവും നിർണായകം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അസമാധാനപരമായ അന്തരീക്ഷം. ആ സമാധാനപരമായ അന്തരീക്ഷത്തിന് CPMുമായി ചർച്ചകൾ നടത്തേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ 1980 എൻ്റെ നാട്ടുകാരനെ, തലശ്ശേരിക്കാരനായിട്ടുള്ള പ്രമുഖ അഭിഭാഷകൻ AD നായർ ആദ്യത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്. അത് കഴിഞ്ഞ് 11ാമത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്താണ് ഞാനുള്ളത്. എനിക്ക് തോന്നുന്നു 10 ജില്ലാ പ്രസിഡന്റുമാരുണ്ട് കണ്ണൂരിലെ അക്രമത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചവർ. കാരണം അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, വെട്ടേറ്റ ആളുകളെ കാണേണ്ടി വരും, മൃതശരീരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം പൂർണ്ണ സമാധാനത്തോട് കൊണ്ടുപോകാൻ വലിയൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രവർത്തകൻ്റെ ഒരു തുള്ളി രക്തം പോലും, അത് CPMിലായിക്കോട്ടെ, കോൺഗ്രസ്സിലായിക്കോട്ടെ, BJPയിലായിക്കോട്ടെ, അവിടെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഒരു രക്തം, ഒരു മനുഷ്യരക്തമില്ലാതെ നമുക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ കണക്കെടുക്കാനല്ല, അത് വലിയൊരു മാറ്റമാണ് കണ്ണൂരിൽ ഉണ്ടാക്കിയില്ല. കണ്ണൂരിൻ്റെ വികസനമാണ് നമ്മുടെ എല്ലാവരും പ്രാധാന്യം. CPM പ്രാധാന്യം കൊടുക്കുന്ന വികസനമാണ്, BJP കൊടുക്കുന്ന എല്ലാ ഒരു ധാരണയിലെത്തിയിരുന്നു. ധാരണ എന്ന് പറയുന്നത് സംഘർഷമില്ലാത്തൊരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം, ഒരു പ്രദേശമായി കണ്ണൂർ മാറണമെന്ന് CPMൻ്റെ നേതാക്കന്മാരും ചിന്തിച്ചിട്ടുണ്ട്. കേവലം ഒറ്റപ്പെട്ട ഒരു ചിന്ത കൊണ്ട് മാത്രം വന്നതൊന്നുമല്ല, പരസ്പരം ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടുത്തെ എതിർ പാർട്ടീൻ്റെ ആളുകൾ ഇതിൻ്റെ ബന്ധപ്പെടാറുണ്ട്. ഞാനൊക്കെ എത്ര തവണ വിളിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ലാതിരിക്കണം, അതിലെ സത്യസന്ധമായ വിലയിരുത്തൽ നടത്തണം. അവിടെ വിലയിരുത്തി നിയമത്തിന് വിട്ടുകൊടുക്കണം. നമ്മളവിടെ ഒരു വിഷയമുണ്ടാകുമ്പോൾ അത് നിയമത്തിന് വിട്ടുകൊടുക്കാൻ ഇരു പാർട്ടികളും തയ്യാറാവണം. കാരണം നമ്മുടെ ബലാബലം നോക്കേണ്ടത് ഒരു സമൂഹത്തോടല്ല. നമ്മളൊരു സമൂഹത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടാക്കരുത്. എല്ലാവർക്കും എവിടെയും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എല്ലാവരും പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഓടിച്ച്. ആ സ്വാതന്ത്ര്യം നമുക്ക് ഇന്നത്തെ കാലത്ത് കിട്ടണ്ടേ? അന്നത്തെ കാലത്ത് CPM ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമുള്ള ഒരു സമാധാനമാണ് അങ്ങനെയൊന്നും കരുതാൻ പറ്റില്ല. CPM ഭരണത്തിന് പോയാലും BJP കേന്ദ്ര ഭരണം ഭരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു BJP കേന്ദ്രം ഭരിക്കുന്നുണ്ട് ഒരു സമാധാനമാണ്, CPM കേരളം ഭരിക്കുന്നുണ്ട് സമാധാനമാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യ മനസ്സുകളിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്, നേതൃത്വത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. മനസ്സ് മാറി. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ പ്രാകൃതമായ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കില്ല. അപ്പോൾ മുമ്പ് നടന്ന ഈ സംഘർഷങ്ങളൊക്കെ നേതൃത്വത്തിന്റെ അറിവോടെയാണ് സംഭവിച്ചത് എന്നൊരു നേതൃത്വത്തിന്റെ അറിവോടുകൂടിയല്ല. ഞാനത് നേരത്തെ പറഞ്ഞത്, നിയമത്തിന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി എന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൻ്റെ സത്യാവസ്ഥ വിലയിരുത്തി നിയമത്തിന് വിട്ടുകൊടുക്കണം. നിയമം അതിനെന്താ അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കട്ടെ. ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും വരട്ടെ. അല്ലാതെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ടല്ല സംഘർഷങ്ങൾ നടക്കുന്നത്. എല്ലാ സംഘർഷങ്ങളും നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ട് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് നിയമത്തിന് വിടണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് എതിരാളികളോട് സംസാരിക്കുമ്പോൾ പോലും ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് നിയമത്തിന് വിടണം. അത് നിയമം തീരുമാനിക്കട്ടെ. ഇവിടുത്തെ നിയമപാലകന്മാരുണ്ട്, അവർ സ്വതന്ത്രമായി ചിന്തിക്കട്ടെ, അവർ സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ, അവർ സത്യസന്ധത കണ്ടെത്തട്ടെ, എന്നിട്ട് അതിന് നടപടി എടുക്കട്ടെ. ആ രീതി ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമാണ്. അതിലൊരു ഗവൺമെൻറ് തയ്യാറാണ്, ആ ഗവൺമെൻറ്റും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു സംഘർഷം ഒഴിവാക്കി സമാധാനപൂർണ്ണമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ എല്ലാവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അത് സംഘപരിവാർ പ്രസ്ഥാനം മാത്രമല്ല, എല്ലാവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ആ സഹകരണം തുടർന്നും ഉണ്ടാവണം. നമ്മളൊരു പ്രാകൃതമായ സമീപനം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല പൊളിറ്റിക്സ് ഉള്ളത്, എല്ലാ രാജ്യത്തും ഉണ്ട്. നമ്മുടെ ഭാരതം മുഴുവൻ പൊളിറ്റിക്സ് ഉണ്ട്. അവിടെയൊന്നും ഇല്ലാത്തൊരു പ്രവണത എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, കണ്ണൂർ ജില്ലയിൽ പ്രബലമായ ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുഷ്കും ഉണ്ടായിരുന്നു. മറ്റു ആളുകൾക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കാത്ത, ജനാധിപത്യ രീതി തീരെ ഉൾക്കൊള്ളാത്ത പാർട്ടി ഗ്രാമങ്ങളുണ്ടായിരുന്നു. ആ ഗ്രാമങ്ങളിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് ആ ഗ്രാമങ്ങളിലെ ചിന്താഗതി മാറിയിട്ടുണ്ട്, മനസ്സ് മാറിയിട്ടുണ്ട്. പുതിയ ജനറേഷൻ ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണ്. പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലാതായിട്ടുണ്ടോ ശരിക്കും? അല്ല, സത്യത്തിൽ പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ വലിയ മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ലോകം വിശാലമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ചെറിയൊരു കുണ്ടിലെ തവളയല്ല. ഈ ലോകം വിശാലമാണ്, കാഴ്ചപ്പാടുകൾ മാറണമെന്ന ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സംഘർഷങ്ങൾ മാറിയിട്ടുണ്ട്. എല്ലാ കാലവും കൊടുവാളും കത്തിയും എടുത്ത് നടക്കാൻ പറ്റുന്ന രാഷ്ട്രീയ കാലയളവിലല്ല നമ്മൾ ജീവിക്കുന്നത്. CPMനോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട്. അല്ല, CPM ഒരു പ്രസ്ഥാനമാണല്ലേ. അവിടെ CPM സംസാരിക്കുന്ന എന്താ പറ്റും? നമ്മുടെ നിലപാടിലൊരു മാറ്റം വേണ്ടെന്നേ ഉള്ളൂ. CPM നേതാക്കന്മാരോട് സംസാരിക്കേണ്ട, CPM പ്രവർത്തകന്മാരോട് സംബന്ധിക്കേണ്ട എന്നൊന്നുമില്ല. ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഇടപെടേണ്ടി വരും. പക്ഷെ നമ്മുടെ നിലപാടിലൊരു മാറ്റം ഉണ്ടാവില്ല. നിലപാട് CPM നിലപാടിൽ, ആ നിലപാടിൽ ഒരു മാറ്റമുണ്ട്. ആ നിലപാട് നമ്മൾ മാറിയിട്ടില്ല. കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ CPMഉം BJPയും തമ്മിൽ ഒരു അന്തർധാര രൂപപ്പെട്ടിട്ടുണ്ടോ? അല്ല, അന്തർധാരയൊന്നുമില്ല. കോൺഗ്രസ് കഴുകന്റെ സ്വഭാവമാണ്. ഈ മൃതശരീരം കൊത്തിത്തിന്നാൻ വരുന്ന കഴുകൻ്റെ സ്വഭാവമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കോൺഗ്രസിന് ഈ ഇരു പാർട്ടികളും തമ്മിലടിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് കോൺഗ്രസ് കാലാകാലം ശ്രമിച്ചിട്ടുള്ളത്. ആ കാലാകാലം ശ്രമം നടത്തുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ചിന്തിക്കാൻ ഒരു മനുഷ്യന് ഒരു തുറന്ന മനസ്സോടുകൂടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അത്തരം കോൺഗ്രസ്സുകാർക്ക് ചിന്തിച്ചിട്ടുണ്ട്. വികൃത മുഖമുള്ള കോൺഗ്രസ്സുകാർക്ക്, വികൃത മനസ്സുള്ള കോൺഗ്രസ്സുകാർക്ക് അത്തരം ചിന്തയുണ്ടാവാം. ആ ചിന്തയിലൂടെ അവരുടെ വാക്കുകൾ അത് പ്രതിഫലിക്കുന്നത്. അല്ലാതെ BJPക്ക് അങ്ങനെ ഒരു സമീപനം. BJP ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഈ ഭരണകൂടത്തിനെതിരെ എത്ര സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്? എത്ര സമരം? കോവിഡ് കൊള്ളക്കെതിരായിട്ട് സമരം നടത്തിയ BJPയാണ് ഏറ്റവും കൂടുതൽ. കോവിഡ് കൊള്ളക്കെതിരെ സമരം നടത്തിയിട്ടില്ലേ? അതിപ്പം വെളിച്ചത്ത് വന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് വെളിച്ചത്ത് വന്നല്ലോ. അന്നത്തെ നമ്മൾ എന്താണ് അന്ന് വിളിച്ച്? ടീച്ചറമ്മ എന്നാണ് വിളിച്ച്.
ആ ടീച്ചറമ്മ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ എന്താ ആരോഗ്യമന്ത്രിയായിരുന്നു പറഞ്ഞത്. ഇന്ന് ആ ടീച്ചറമ്മയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ കൊള്ള നടന്നിട്ടുള്ളതെന്ന് ഇപ്പം വ്യക്തമായിട്ടുണ്ട്. സമയം ഈ നിങ്ങൾ ഇപ്പം നമ്മുടെ ഓഡിറ്റർ ജനറലൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ, എന്ത് വലിയ 500 രൂപയുടെ കിറ്റ് PPE കിറ്റ് മേടിക്കാൻ 1500 രൂപയ്ക്ക് മേടിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ കൊള്ളയാണ് നടന്നില്ല. ആ കൊള്ളക്കെതിരെ നമ്മൾ അന്ന് പ്രതികരിച്ചിരുന്നു. എത്രയോ ആളുകൾ ടെൻഡർ വിളിച്ച് കൊടുക്കേണ്ട കാലഘട്ടത്തിൽ അതൊന്നും ടെൻഡർ പോലും ഇല്ലാതെയാണ് ഈ PPE കിറ്റൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് കോവിഡ് കാലത്ത് CPM കൊള്ളയടിച്ച കൊള്ളക്കെതിരെ സമരം നടത്തിയ പാർട്ടിയാണ്. അതിനുശേഷം പറയുന്നത് നവീൻ ബാബുവിൻ്റെ മരണം വരെ എടുത്തുള്ള പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച BJP ആണ്. ഒരു BJP ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിലുണ്ടോ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട്? CPM-നെ സാധിക്കുമായിരുന്നു. CPM-നല്ല, CPM ഒരു നേതാവിനെ രാജിവെച്ച് പോകേണ്ടത് ഒരു ഗതികേടുണ്ടാ കഴിഞ്ഞ ആ കാലത്ത് അതിന് നിലപാടിന് മാറ്റമില്ലാത്തതുകൊണ്ടാണ്. ശക്തമായ സമരവുമായിട്ട് അവരുടെ വാക്കുകൾക്കെതിരായിട്ട്, അവരുടെ പ്രവൃത്തിക്കെതിരായിട്ട്, അവർ സ്വീകരിച്ച നടപടിക്കെതിരായിട്ട് ശക്തമായ സമരം നടത്തിയ ഒരു പാർട്ടിയെ BJP. അതിശക്തമായ സമരം. ആ സമരത്തിലൂടെ അവർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. പാർട്ടിയുടെ മുഷ്കിന് മുമ്പ് ഈ സമരത്തിന് മുന്നിൽ പാർട്ടിയുടെ മുഷ്ക് ഉണ്ടായോ? മുട്ടുമടങ്ങി പോകേണ്ടി വന്നില്ലേ? പാർട്ടിക്ക് മുട്ടുമടക്കേണ്ടി വന്നില്ലേ? അവരെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് തരം താഴ്ത്തേണ്ടി വന്നില്ലേ? ആ നിലപാടെടുക്കാൻ സാധിച്ചത് പാർട്ടിയുടെ ശക്തമായ പോരാട്ടം കൊണ്ട്. ആ പോരാട്ടത്തിൽ ഒരു മാറ്റമില്ല, ആ നിലപാടിൽ ഒരു മാറ്റമില്ല BJPക്ക്. പക്ഷേ സംഘർഷത്തെ സംബന്ധിച്ചിടത്തോളം സംഘർഷം ആഗ്രഹിക്കാത്ത കുറേ ആളുകൾ, വലിയ പൊതുസമൂഹം സംഘർഷം ആഗ്രഹിക്കാത്തവരാണ്. അവിടെ സമാധാനപൂർണ്ണമായ ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ജീവിതത്തിൻ്റെ കൂടെ പോകാനാണ് BJPക്ക് താല്പര്യം, സംഘപരിവാറിന് താല്പര്യം. ഈ ഇത്തരം സംഘർഷമില്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ CPM-ഉം നിർണായക പങ്ക് വഹിച്ചു. 100% CPM-ഉം സഹകരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, ഒരാൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ സംഘർഷവും രക്തച്ചൊരിച്ചിലൊന്നും നടത്തിയിട്ടൊന്നും, പോരാട്ടം നടത്തിയിട്ടൊന്നും, അങ്ങനെയുള്ള പോരാട്ടം നടത്തിയിട്ടൊന്നും ഒരു സമൂഹത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ പറ്റില്ല. അപ്പം അതിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം CPM കൂടി ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഉൾക്കൊണ്ടതുകൊണ്ടാണ്. പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റം ഉൾക്കൊള്ളാൻ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ ഞങ്ങൾക്കൊക്കെ നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥത്തോടുകൂടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും കണ്ണൂർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ ദേശീയ നേതൃത്വം തന്നെ നോക്കിക്കാണുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരിൽ BJPക്ക് ഇനിയും കുറേ നേതാക്കൾ ആ പാർട്ടിയിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ വരണം എന്ന് വല്ലാത്ത ആഗ്രഹവുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളാണ്, ഒന്ന് EP ജയരാജൻ, മറ്റൊന്ന് K സുധാകരൻ. ഇവരൊക്കെയായി ജില്ലാ പ്രസിഡന്റായിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ BJPയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടോ? അല്ല, BJPയിലേക്ക് എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. കേവലം EP ജയരാജനും K സുധാകരനും മാത്രമല്ല, ഇന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരിൽ ആര് വന്നാലും സ്വീകരിക്കും BJP അങ്ങനെ തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ട് പണ്ടൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് തൊട്ടുകൂടാത്ത പാർട്ടിയൊന്നുമല്ല. കാരണം ഇന്ന് നമ്മൾ CPM എന്ന് ആർക്കെങ്കിലും മനംമടുപ്പുണ്ടാകും, അവർ പണ്ട് കോൺഗ്രസ്സിലേക്കാണ് പോകും, ഇപ്പോൾ BJPയിലേക്ക് വരുന്നത്. കോൺഗ്രസ്സിന് വല്ലവർക്കും മനംമടുപ്പും പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അവർ നേരെ പിന്നെ BJPയെ സംസാരിക്കുന്നുണ്ട്. BJPയെ സംസാരിക്കാൻ തയ്യാറായിട്ട് ഞാൻ എത്രയോ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സംശയം ഇപ്പോൾ സംസാരിക്കും, ഇനി എപ്പോഴും സംസാരിക്കും. BJPയിലേക്ക് തുറന്നിട്ട വാതിലാണ് അവർക്ക്. ഒരു മടിയും വേണ്ട അവർക്ക് BJPയിലേക്ക് വരാൻ. BJP അങ്ങനെ തൊട്ടുകൂടാത്ത, BJP കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം കേട്ട കാലഘട്ടം ഇനി വരാൻ പോകുന്ന കാലഘട്ടം. അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. വലിയ മാറ്റം, ജനപ്രിയ നേതാക്കന്മാർ അവർ BJPയിൽ കടന്നു വരുമെന്ന്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ മാറ്റം കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ആ മാറ്റത്തിനൊത്ത് BJP മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ അത് സംശയമില്ല. EP ജയരാജൻ വന്നാലും സ്വീകരിക്കും, K സുധാകരൻ വന്നാലും സ്വീകരിക്കും, ആര് വന്നാലും BJP സ്വീകരിക്കും. ഒരു സംശയം. K സുധാകരൻ എപ്പോഴും വേണ്ടി വന്നാൽ ഞാൻ BJPയിലേക്ക് പോകുമെന്നൊക്കെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ദേശീയ, സംസ്ഥാന, ജില്ലാ നേതൃത്വങ്ങളൊക്കെ ആയിട്ട് ഒരു ചർച്ചകളൊക്കെ എനിക്കറിയില്ല. കേന്ദ്ര നേതൃത്വമായിട്ടോ സംസ്ഥാന നേതൃത്വം സംസാരിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ EP ജയരാജനായാലും സുധാകരനായാലും BJPയുടെ മനസ്സുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. BJPയുടെ മനസ്സാണ് ഇന്ന് അവരിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അത് പല CPM നേതാക്കന്മാരിലുണ്ട്, പല നേതാക്കന്മാരിലും. ഇന്ന് അവർ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് BJPയുടെ മനസ്സുണ്ട്. പല CPM നേതാക്കന്മാർക്കും BJPയുടെ മനസ്സുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർക്കും BJPയുടെ മനസ്സുണ്ട്. ആ മനസ്സ് K സുധാകരന് BJPയുടെ മനസ്സുണ്ട് എന്ന് പറയാൻ കാരണം അല്ല, BJP ഇനി ഒരു ഓപ്ഷൻ BJP ഉള്ളൂ.
ഈ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം ലോകത്തുള്ള വികസനം, രാജ്യത്തുണ്ടായ വികസനം നമ്മൾ കാണുന്നുണ്ട്. ഒരു കാലത്ത് സ്വതന്ത്ര ഭാരത് ഇന്നുവരെ ഇല്ലാത്ത വികസനം. നമ്മുടെ എല്ലാ ആഗ്രഹം എന്താ? നമ്മുടെ രാജ്യം വികസിക്കണം, എൻ്റെ നാട് വികസിക്കണം, എൻ്റെ പട്ടണം വികസിക്കണം, എൻ്റെ ഗ്രാമം വികസിക്കണം എന്നല്ലേ. ആ വികസന ലക്ഷ്യം മഹാത്മജിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് BJP സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെ ക്ഷേമം, എല്ലാവരും പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടി? നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന നമുക്ക് ആസ്തി ഉണ്ടാക്കാനല്ലല്ലോ, പൊതുസമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ സമൂഹത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞ് ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കല. ആ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുണ്ട്. ആ മാറ്റം അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ആ മാറ്റത്തിൽ അവരും ആകർഷകരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരൊക്കെ ഇങ്ങോട്ട് വരാനുള്ള EP ജയരാജൻ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനും BJP മനസ്സാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അതൊരു നടക്കണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, BJP ഒരു തൊട്ടുകൂടാത്ത പ്രസ്ഥാനമാണ് എന്ന് ഇവരവർ ആരും ചിന്തിക്കുന്നില്ല. CPM-ന്റെ നേതാക്കന്മാർ പോലും ചിന്തിക്കുന്നില്ല. ഞങ്ങളൊക്കെ ആശയപരമായി സംസാരിക്കുമ്പോഴൊക്കെ ആ മാറ്റം അവരുടെ മനസ്സിലുണ്ട്. അവർ നരേന്ദ്രമോദിയുടെ വികസനത്തെ അവർ പ്രകീർത്തിക്കുന്നവരാ, രഹസ്യമായിട്ട് പറയുന്നവരാ, അവരതിൽ സന്തോഷം കണ്ടെത്തുന്നവരാ. അവർക്ക് വരുമെന്ന് ഭാവിയിൽ 100% വരും. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ വിശ്വാസം, അവരൊക്കെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരും. CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും. എന്തിനു പറയുന്നത്? നമ്മുടെ ത്രിപുരയിൽ എന്താ കണ്ടില്ലേ? ത്രിപുര എന്താ പറഞ്ഞത്? കേരളം പോലത്തെ ഒരു സംസ്ഥാനം തന്നെയല്ലേ ത്രിപുര. ബംഗാൾ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തല്ലേ? 35 വർഷക്കാലം ഭരിച്ചപ്പം മുടിയൂടാ മന്നന്മാരായ നിരവധി നേതാക്കന്മാരുണ്ടായില്ലേ? പാർട്ടി ഓഫീസ് അടക്കം ആ നേതാക്കന്മാരടക്കം BJP-യിൽ വന്നില്ലേ? സമുന്നതരായ നേതാക്കന്മാർ ഇന്ന് BJP-യുടെ നേതാക്കന്മാർ, പഴയ CPM നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ത്രിപുരയിൽ എന്താ സ്ഥിതി? ഇന്ന് ഒരു പഞ്ചായത്തിൽ ഭരിക്കാൻ CPM-ന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. 25 കാലം ഭരിച്ചില്ലേ? ആ 25 വർഷക്കാലം ഭരിച്ചപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്നു CPM വിശ്വസിക്കുന്നുണ്ട്? ഇല്ല. ജനങ്ങൾ മൊത്തം മാറി, നേതാക്കന്മാർ മാറേണ്ടി വന്നു. ജനം മാറുമ്പോൾ നേതാവ് മാറും സ്വാഭാവികമായിട്ടും. ആ വലിയൊരു സമൂലമായ മാറ്റം കേരളത്തിലും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് സമീപകാലങ്ങളിൽ ആ മാറ്റം കേരളത്തിലും ഉണ്ടാവും. ത്രിപുര മോഡൽ, ബംഗാൾ മോഡൽ ഒരു മാറ്റം കേരളത്തിലും ഉണ്ടാവും. വലിയ മാറ്റം പെട്ടെന്നായിരിക്കും. ആ മാറ്റം പെട്ടെന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ആ നേതാവിന് മാറേണ്ടി വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു മാറ്റം കേരളത്തിലുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ. ഒറ്റ കാര്യം കൂടി, ഈ താങ്കൾ കഴിഞ്ഞ 5 വർഷം കണ്ണൂരിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റായി നിന്നു. താങ്കൾക്കൊരു പൂർണ്ണ പിന്തുണ കണ്ണൂരിലെ നേതാക്കൾ നൽകിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ? 100%. എൻ്റെ കൂടെയായിരുന്നു കേരളത്തിലെ കണ്ണൂരിലെ നേതാക്കന്മാർ. CKP മുതൽ സമുന്നതനായ നേതാപ്പാണ് CKP. നിങ്ങൾക്ക് തന്നെ അറിയാം, CKP-നെ പലപ്പോഴും കൂട്ടിക്കൊണ്ടുവരുന്ന ഞാനാണ്. CKP സംസാരിക്കുമ്പോൾ ഞാനുണ്ട്. CKP-യുടെ ഒരുമിച്ച് നടന്നവരാണ്. കൃഷ്ണദാസ്ജീൻ്റെ കൂടെ നടക്കുന്നത്, കൃഷ്ണദാസ്ജിയെ കൂട്ടി നടക്കുന്നു ഞാൻ തന്നെ. ഇപ്പോൾ ഞാൻ കൃഷ്ണദാസ്ജിൻ്റെ കൂടെ ഞാൻ വന്നിട്ട് കണ്ണൂർ ഒരുമിച്ച് എൻ്റെ കൂടെ വരുന്നത്. രഞ്ജിത്ത് കൂടെ 100% സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പുലർത്തിയിട്ടുണ്ട്. വിനോദ മാഷ് എന്നെക്കാട്ടും മുമ്പിട്ട് ജില്ലാ പ്രസിഡന്റ് ആവേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഒരു പ്രധാന അധ്യാപകനായതുകൊണ്ട് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് BJP പ്രവർത്തിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു വേറിട്ട ഒരു വ്യത്യസ്തമായ സംഭവം ഉണ്ടാകും. എല്ലാവരും പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് എല്ലാവർക്കും എല്ലാ യോഗത്തിലും പങ്കെടുക്കാൻ സാധിക്കില്ല. അവരൊക്കെ വ്യത്യസ്ത ചുമതല വഹിക്കുന്നതാണ്. മറ്റു ജില്ലയുടെ പ്രഭാരിമാരാണ്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്കറിയാം. AP അബ്ദുള്ളക്കുട്ടീനെ എല്ലാ പരിപാടിയിലും വിളിക്കാറുണ്ട്. കണ്ണൂരിൽ കഴിഞ്ഞ 5 വർഷം കാലം കൊണ്ട് പഴയകാല പ്രവർത്തകന്മാരെ പൂർണ്ണമായിട്ടും കൂട്ടിയോജിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വിട്ടുനിന്ന കുറേ ആളുകളുണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അവരെയൊക്കെ കൂട്ടി ഇണക്കി പാർട്ടിയിലെ ചുമതല കൂടെ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ചുമതല കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളെ പങ്കെടുത്തുണ്ടായിട്ടുണ്ട്. നേതാക്കന്മാരെ ഒരു മാലയിലെ മുത്തുമണി പോലെ കോർക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു നേതാവിനും ഒരു അസംതൃപ്തി നിങ്ങൾ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയെ പറ്റി പറയാൻ സാധിക്കില്ല. ജില്ലാ കമ്മിറ്റി എന്നോട് പകവെട്ടിയോ അല്ലെങ്കിൽ പകവെച്ചു എന്നോ അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തിയെന്നോ എനിക്ക് ചുമതല തന്നില്ലെന്നോ എനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം തന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഒരു അസംതൃപ്തി ആർക്കും പറയാൻ സാധിക്കില്ല. എല്ലാവരോടും ആലോചിച്ചിട്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. കേവലം BJP ഒരു കീ പോസ്റ്റിലുള്ള ഒരു ജില്ലാ പ്രസിഡന്റ് എന്നതിനപ്പുറത്തായിട്ട് ആ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകന്മാരോടും ആലോചിച്ചിട്ട് നേതൃനിരയോട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒറ്റക്കൊരു തീരുമാനമെടുക്കുന്നത്. കോർ ടീം എന്ന് പറയുന്ന കോർ ടീമിൽ ആലോചിച്ച് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായങ്ങളെടുത്ത് സ്വരൂപിച്ചിട്ടാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു അസംതൃപ്തി ഒരു നേതാവും പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. എല്ലാവർക്കും എല്ലാ പരിപാടികളിലും അവർ പങ്കെടുക്കും. എല്ലാ സമരങ്ങളിലും അവർക്ക് മുഖ്യ ഒരാൾ ഈ ഒരു സമരത്തിനാണ് അടുത്ത സമരത്തിന്. അപ്പോൾ എല്ലാവരെയും പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലെ ആളുകളെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ട് കുറേ പുതിയ ആളുകളെ ഇപ്പം കേരള കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ജോയ് ചേട്ടൻ കരിവല്ലൂർ.
അപ്പം ആ ജോയ് ചേട്ടൻ പോലും പാർട്ടിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പോയി സംസാരിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ക്രിസ്തീയ മേഖലകളിലെ നിരവധി നേതാക്കന്മാർ ഇന്ന് പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഞങ്ങൾ കൂടെ ചേർത്ത് കൂടെ കൂട്ടിപ്പോവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരും നമ്മുടെ കൂടെ വരും, തെറ്റിദ്ധാരണ മാറ്റും എന്ന വിശ്വാസം ഞങ്ങൾക്കുള്ളത്. എന്തായാലും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു. ഇനി സംസ്ഥാന നേതൃതലത്തിലേക്കായിരിക്കും എൻ ഹരിദാസ് ഉണ്ടാവുക. അതറിയില്ല, അതൊക്കെ പാർട്ടിയെ തീരുമാനിക്കുന്നത്. എന്തായാലും എൻ ഹരിദാസിനെ പോലുള്ള ഒരു നേതാവിനെ BJPക്ക് അത്ര പെട്ടെന്നൊന്നും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല. അദ്ദേഹം കണ്ണൂരിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രവർത്തകർക്കിടയിൽ അത്രയധികം സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരുമായും അടുത്ത ബന്ധം പുലർത്താൻ എൻ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തകരിൽ മാത്രമല്ല, എല്ലാവരുമായും സൗഹൃദമുണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നേതൃത്വം പരിഗണിക്കേണ്ടതുമാണ്. എൻ ഹരിദാസിനെ പോലുള്ള ഒരു നേതാവിനെ ഇനിയും ആ പാർട്ടി ഫലപ്രദമായി തന്നെ ഉപയോഗിക്കും എന്ന പ്രതീക്ഷയോടെ കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.